ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല വേനൽക്കാലം തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ചൂടും അതുപോലെ കിണറുകളിലെ വെള്ളം എല്ലാം വറ്റി തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കാബേജ്, കോളിഫ്ലവർ, ലെറ്റ്യൂസ് ഒക്കെ പോലുള്ള ശീതകാല പച്ചക്കറി ചെടികളൊന്നും നട്ടു വളർത്താനായിട്ട് പറ്റത്തില്ല. അതല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, എല്ലാ കാലത്തും എല്ലാ പച്ചക്കറികളും നല്ല വിളവ് തരുന്നവയല്ല. ഇപ്പം മാർച്ച് മാസമായി. അപ്പോൾ നമുക്ക് മാർച്ച് മാസത്തിൽ ഏതൊക്കെ പച്ചക്കറി ചെടികൾ നടാം, നല്ലതുപോലെ വിളവ് തരും എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വേനൽക്കാലത്ത് വളർത്തുന്ന പച്ചക്കറി ചെടികളെക്കുറിച്ച് പറയുമ്പോഴേ നമ്മൾ ഓർക്കേണ്ടത് ചീരകളാണേ. ചീരകളെന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ചീരകളുണ്ട്. ഇത് കണ്ടോ, ഇത് പാൽച്ചീരയാണേ. കണ്ടോ, ഇതിൻ്റെ തണ്ട് നല്ല വെളുത്തതും നല്ല പച്ച നിറത്തിലുള്ളതുമായ ഇലകളാണ്. നല്ല വളർച്ചയുണ്ട്. അതുപോലെ നിറയെ ശിഖരങ്ങളും വരുന്നൊരു ചീരയാണ് കേട്ടോ. അതുപോലെ ഇത് നിൽക്കുന്നത് നമ്മുടെ സുന്ദരി ചീരയുടെ തൈകൾ ഞാൻ പാകി മുളപ്പിച്ചതാണ്. നമ്മളിവിടെ കൊടുക്കുന്ന വിത്തുകൾ തന്നെയാണ് പാകി മുളപ്പിച്ചിരിക്കുന്നത്. അത് ഞാൻ മാറ്റി നട്ട് വളർത്തിയിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ചുവട് പിടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചുവന്ന ചീരയുണ്ട്, പിന്നെ മയിൽപ്പീലി ചീരയുണ്ട്. ഇവിടുത്തെ മയിൽപ്പീലി ചീരയൊക്കെ വളർന്നു പൊങ്ങിപ്പോയി. അപ്പോൾ പുതിയ തൈകൾ നട്ടു തുടങ്ങിയിരിക്കുവാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം മയിൽപ്പീലി ചീരയുടെ വിത്തുകളെ പാകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളർന്നു തുടങ്ങിയാൽ നമ്മൾ മാറ്റി നട്ടിട്ട് വളർത്തിയെടുക്കണം. ചീരകൾക്ക് എപ്പോഴും നല്ല വളർച്ചയും വിളവും തരാൻ കഴിയുന്നത് മാറ്റി നട്ട് വളർത്തിയെടുക്കുന്ന അവസരത്തിലാണ്. ഇത് കണ്ടോ, ഇത് പാലക്ക് ചീരയുടെ തൈകളാണേ. ഭയങ്കരമായ ചൂടടിക്കുന്നത് കൊണ്ടാണ് ഇലകൾക്കൊക്കെ ഒരു ചെറിയ ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ തണലത്തേക്ക് മാറ്റിയിട്ട് വളർത്തിയാൽ ഇവർ നല്ലതുപോലെ വിളവ് തരുന്നതാണ്. അതുപോലെ വലിയ വിലയാണ്. കുറച്ചൊരു ചെറിയ കൈപ്പിടി പാലക്ക ചീര മേടിക്കണമെങ്കിൽ 50 രൂപ 60 രൂപയൊക്കെ കൊടുക്കേണ്ടതാണ്. നമുക്ക് സുഖമായിട്ട് ഈ സമയത്ത് നട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഈ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ കാര്യമായ രോഗങ്ങളും കീടശല്യങ്ങളും ഒന്നും ചീരയ്ക്ക് വരാത്ത സമയമാണ്. അതുകൊണ്ട് എല്ലാവരും ഇപ്പം ചീര വളർത്താനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് ചുവന്ന ചീരയും പച്ചച്ചീരയും സുന്ദരി ചീരയും അതുപോലെ പാലക്ക് ചീരയുടെ വിത്തുകളും ഒക്കെ നമുക്കിവിടെ കിട്ടാനുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടാനുള്ളത് അവിടുന്ന് വാങ്ങിച്ച് നടാം. പക്ഷേ ചീര വളർത്താൻ മറന്നു പോകല്ലേ. മാർച്ച് മാസം മുളകും നട്ട് വളർത്താൻ നല്ല സമയമാണേ. നമ്മൾ ഈ മുളക് ഇങ്ങനെ നട്ട് വളർത്തിയാൽ, ഇത് കണ്ടോ, ഇതൊരു ചെറിയ തൈയാണ് നട്ട് വളർത്താനുള്ളത്. നമ്മൾ മുളക് നട്ടുപിടിപ്പിച്ച ഒരു 3 മാസത്തിനകം തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഈ നിറച്ച് വെച്ചിരിക്കുന്ന ഗ്രോ ബാഗിലോട്ടാണ് നടാൻ പോകുന്നത്. കണ്ടോ, ഗ്രോ ബാഗ് നിറച്ച് വെച്ചാൽ നിറയെ ചീരയുടെ തൈകളാണ് വളർന്നു വരുന്നത്. ഇപ്പം എന്നെ പോലെ നമ്മൾ ചീര ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ തോട്ടത്തിൽ വളർത്തിയിട്ടുള്ളവരാണെങ്കിൽ ഇതേപോലെ തന്നെ അവരുടെ തോട്ടങ്ങളിലും ചീരയുടെ തൈകൾ ഇതുപോലെ വളർന്നു കിട്ടും കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നത്, ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഇതിലോട്ട് കുറച്ച് ഡോളമൈറ്റ് ഇടുന്നു കേട്ടോ. കുറച്ച് ഡോളമൈറ്റ് ഇട്ടു. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി മണ്ണിട്ടിട്ട് കുറച്ച് എല്ലുപൊടി, ഇത്രയും മതി, അതിട്ട് മണ്ണിട്ട് ഇളക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ മുളകിൻ്റെ തൈ വെക്കുന്നത്. എന്നിട്ട് നമ്മൾ മണ്ണിട്ട് മൂടുക ചെയ്യുന്നത്. അപ്പം ഈ ചെടി വളർന്നു വരുമ്പം ഈ കുരുടിപ്പ് അങ്ങനെ പോലുള്ള രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യും. പെട്ടെന്ന് വളർന്ന് നിറയെ കായ്കൾ തരികയും ചെയ്യും ഈ രീതിയിൽ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ. നല്ല പോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ മുളക് വളർത്തേണ്ടത്. അതുപോലെ നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് മുളക് നന്നായി വിളവ് തരുന്നത്. മാർച്ച് മാസത്തിൽ നട്ട് വളർത്താൻ പറ്റിയ ഒന്നാണ് തക്കാളി. ഇത് നമ്മളിതേ കഴിഞ്ഞ ദിവസം ഇത് ചുവട് പിടിപ്പിക്കുന്നത് കണ്ടതാണ്. കണ്ടോ, വളരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തക്കാളി നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ കായ്കളുണ്ടായി തുടങ്ങും. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു ചെറിത്തക്കാളിയാണേ. കണ്ടോ, ഇവിടെയൊക്കെ കായ്കളുണ്ട്. ഇങ്ങനെ 2 മാസത്തിനുള്ളിൽ തന്നെ അവർ കായ്കൾ തരാനായിട്ട് തുടങ്ങും. പിന്നെ നമ്മൾ ഈ തക്കാളിയുടെ കാര്യത്തിൽ പറയുമ്പോൾ, തക്കാളി എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ കാലത്തും എല്ലാ ഇടങ്ങളിലും വളരുമെങ്കിലും നല്ല പോലെ നീർവാർച്ചയുള്ള വളക്കൂറുള്ള മണ്ണിലാണ് തക്കാളി നമുക്ക് നല്ല വിളവ് തരുന്നത്. ഇത് കണ്ട്, ഇത് നമ്മളിവിടെ കൊടുക്കുന്ന തക്കാളിയുടെ വിത്തുകളാണ്. ഈ വിത്തുകൾ വാങ്ങിച്ച് ഒരു 2 മണിക്കൂർ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ച്, വെള്ളമോ സ്യൂഡോമോണാസോ നമുക്ക് ഉപയോഗിക്കാം, വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് നമ്മൾ പാകി മുളപ്പിച്ച് മാറ്റി നട്ടാൽ മതി. നമുക്ക് നല്ല വിളവും കിട്ടും. എല്ലാ കാലത്തും നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് നിറയെ നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളി കിട്ടിക്കൊണ്ടിരിക്കും. തക്കാളിയുടെ ഒരു പ്രത്യേക കാര്യമുണ്ട്. വളവും വെള്ളവും
കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ് തക്കാളി. നമ്മളത് കൃത്യമായിട്ടൊരു 10 ദിവസം കൂടുമ്പോഴൊക്കെ കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് സ്ഥിരമായി നമ്മുടെ വീട്ടിൽ നിന്ന് തക്കാളി കിട്ടത്തുള്ളൂ. അല്ലാതെ തക്കാളി വളർന്ന് കായ്ക്കാൻ തുടങ്ങുമ്പോൾ അവരെ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വിളവെടുക്കാൻ വരുമ്പം ഒന്നും കാണത്തില്ല. ഇപ്പോൾ ഇത് ഇവിടെ കണ്ടോ, അത്യാവശ്യം ഒരു 10-50 തക്കാളിയെങ്കിലും ഇവിടെ ഈ അങ്ങോട്ട് പോയിരിക്കുന്ന കമ്പേന്നും ഇങ്ങോട്ട് പോയിരിക്കുന്ന കമ്പേന്നും ഒക്കെ ആയിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് വഴുതനകളൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു സമയമാണേ. വഴുതനകളെന്ന് പറഞ്ഞാൽ പല കളറിലും ഷേപ്പിലും സൈസിലും ഒക്കെയുള്ള വഴുതനങ്ങളുണ്ട്. ഞാൻ നിങ്ങളെ പലതവണ കാണിച്ചിട്ടുണ്ട്. മുട്ട വഴുതന, പച്ച ഉരുണ്ട വഴുതന, അങ്ങനെ പലതരത്തിലുള്ള വഴുതനകൾ ഇവിടെ തന്നെയുണ്ട്. മാലാഖ വഴുതന ഒക്കെയുണ്ട്. അപ്പം വഴുതന തോട്ടത്തിലില്ലാത്തവർ അല്ലെങ്കിൽ വീടുകളിൽ ഇല്ലാത്തവർ ഇപ്പം നമുക്ക് വഴുതന നട്ട് വളർത്താൻ നല്ല സമയമാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും രൂപത്തിലും സൈസിലും ഒക്കെ ഉള്ളത് നമുക്ക് വളർത്തിയെടുക്കാം. നമുക്കിവിടെ പച്ച നിറത്തിലുള്ള വഴുതനയും വെള്ള നിറത്തിലുള്ള വഴുതനയും അതുപോലെ വയലറ്റ് നിറത്തിലുള്ള വഴുതനയുടെ ഒക്കെ വിത്തുകൾ കൊടുക്കാനുണ്ട്. അതിപ്പം നമ്മളുടെ അടുത്ത് നിന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്ത് നിന്നോ അല്ലെ എവിടെയെങ്കിലും വീടുകളിലൊക്കെ നമ്മുടെ സ്വന്തക്കാരുടെയോ കൂട്ടുകാരുടെയോ ഒക്കെ വീടുകളിലുണ്ടെങ്കിൽ അവിടെ നിന്നും വിത്തുകൾ കളക്ട് ചെയ്ത് നമുക്ക് പാകി മുളപ്പിച്ച് വളർത്തിയെടുക്കാവുന്നതാണ്. ഈ വഴുതനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാമ്പാറിനകത്തായാലും അവിയലിനകത്തായാലും അതുപോലെ തോരൻ വെക്കാനും അതുപോലെ മെഴുക്ക് പുരട്ടി വെക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് വഴുതന. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, തോരൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. തോരൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വടക്കൻ ഭാഗത്ത് പാലക്കാട് പോലെ തൃശ്ശൂർ പോലെയൊക്കെയുള്ള ഭാഗത്തുള്ളവരാണെങ്കിൽ ഉപ്പേരി എന്ന് പറയും. നമ്മൾ പച്ചക്കറി അരിഞ്ഞ് ഇച്ചിരി തേങ്ങയോ മുളകോ ഒക്കെ ഇട്ട് ചാറൊന്നും ഇല്ലാതെ നിരത്തിയെടുത്ത് പാകം ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് തോരൻ എന്ന് പറയുന്നത്. നല്ല എളുപ്പത്തിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട വഴുതനയ്ക്ക് ഒരു 5 മിനിറ്റ് ആവി കൊണ്ടാൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള തോരൻ റെഡിയായിട്ട് കിട്ടും. മാർച്ച് മാസത്തിൽ നട്ട് വളർത്താൻ പറ്റിയ ഒന്നാണേ പയർ. ഇത് കണ്ടോ, ഇത് നമ്മുടെ പച്ചപ്പയറാണേ. കണ്ടോ, നമ്മളിവിടെ കൊടുക്കുന്നതാണ് ഈ പച്ചപ്പയറിൻ്റെ വിത്തുകൾ. ഇത് അവിടെ എവിടെയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതേണ്ട അവിടെ കണ്ടോ, അതേപോലെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇച്ചിരി കൂടെ മൂത്ത് കഴിഞ്ഞാൽ അവരെനിക്ക് തരത്തില്ല, അത് പറിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പം ഇത് നമ്മുടെ ചുവന്ന പയറാണേ. അപ്പോൾ ഈ ചുവന്ന പയറിൻ്റെ വിത്ത് നമുക്കൊന്ന് പാകി മുളപ്പിക്കണം. ഇത് കണ്ടോ, ഇത് നമ്മളിവിടെ കൊടുക്കുന്ന വേറൊരിനം പയറിൻ്റെ തൈകൾ ഞാൻ പാകി മുളപ്പിച്ചിരിക്കുന്നതാണ്. നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ അവർ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ഇപ്പം എല്ലാ ഇനം പയറുകളും, ഈ ഇനം പയറൊക്കെ ആണെങ്കിൽ പച്ചപ്പയറും ഒക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒരു 6 മണിക്കൂർ വെള്ളത്തിനകത്തിട്ട് വയ്ക്കും. എന്നിട്ട് അതെടുത്ത് നനവുള്ള തുണിയിൽ കെട്ടിവെച്ച് മുളച്ചതിന് ശേഷമാണ് ഞാൻ സാധാരണ നടാറ്. അല്ലാതെ നട്ടാലും ഉണ്ടാകാറുണ്ട്, പക്ഷെ നഷ്ടപ്പെടുകയും ചെയ്യാം. നമ്മൾ ബീൻസിൻ്റെ വിത്താണെങ്കിൽ 6 മണിക്കൂർ വെള്ളത്തിലിടാൻ പാടില്ല. വെറും 2 മണിക്കൂർ മാത്രമേ വെള്ളത്തിലിട്ട് കുതിർക്കാവൂ. എന്നിട്ട് നനഞ്ഞ തുണിയിൽ വാരി കെട്ടിവെച്ചാൽ പിറ്റേ ദിവസത്തിന് തന്നെ മുള വരും. അങ്ങനെ മുള വന്നതിന് ശേഷം നട്ടുപിടിപ്പിച്ചാൽ ഒരെണ്ണം പോലും നമുക്ക് നഷ്ടപ്പെടത്തില്ല. അപ്പം നമുക്ക് ഈ ചുവന്ന പയറിൻ്റെ വിത്തിനെ ഒന്ന് പാകിയിട്ട് വരാവേ. അപ്പം ഞാൻ ഈ പയറിൻ്റെ വിത്തുകൾ ഇവിടോട്ട് പാകി കൊടുക്കുവാണേ. അപ്പോൾ ഒരു 2-3 എണ്ണം എടുത്തിട്ട് ഞാൻ പാകുക. ഒരു 4 എണ്ണം ഇടുന്നുണ്ട്. നേരിട്ടിടുന്നതല്ലേ, അപ്പോൾ ചിലപ്പോൾ കിളുത്തില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. ചിലതൊക്കെ എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും ചിലതൊക്കെ കിളുക്കാതെ പോകും. നമ്മളിവിടെ മുളപ്പിക്കാറുണ്ട്. മുളപ്പിച്ചതിന് ശേഷം നമ്മൾ നട്ടാൽ ഒന്നുപോലും നഷ്ടപ്പെടത്തില്ല. ഇതുപോലെ നമ്മളിങ്ങനെ ഇടുമ്പോഴേ ചിലതിൻ്റെ ചോട്ടിൽ വെള്ളം കെട്ടി നിൽക്കും. അങ്ങനെയൊക്കെ വെള്ളം നിന്നാൽ ചീഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ബാക്കി കുറച്ച് വിത്തും കൂടെ ഉണ്ട്, അത് ഞാൻ മുളപ്പിച്ചിട്ടേ നടത്തുള്ളൂ. അപ്പോൾ ഈ നേരിട്ട് ഇങ്ങനെ പാകിയത് കിളുത്തു വരുമോ ഇല്ലയോ എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കിളുത്ത് വന്ന് കഴിയുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുളപ്പിച്ചിട്ട് നടുവാണ് സേഫ്. നല്ലതുപോലെ വളരുകയും വിളവ് തരികയും ചെയ്യുന്ന ഒന്നാണ് കുക്കുംബർ. ഇപ്പം ഇതേപോലെയുള്ള പച്ച നിറത്തിലുള്ള കുക്കുംബർ ആയാലും സ്നോ വൈറ്റ് കുക്കുംബർ ആയാലും വിത്തുകൾ നമുക്കിവിടെ ഉണ്ട്. നമുക്കത് നേരിട്ട് പാകി മുളപ്പിച്ച് വളർത്തിയെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിനകത്തിട്ട് കുതിർത്ത് നനഞ്ഞ തുണിയിൽ വാരി വെച്ചിരുന്നാൽ മുളച്ച് വരും. അങ്ങനെ മുളച്ച് വന്നതിന് ശേഷം പാകി കൊടുത്താലും മതി. നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയും ചെയ്യും. ഒരു 45 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവരുടെ വിളവെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ കുക്കുംബർ നടാനുള്ള ഏറ്റവും നല്ല സമയമാണ് ഈ മാർച്ച് മാസം എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമുക്ക് പാവൽ, പടവലം, വെള്ളരി, മത്ത, കുമ്പളം, ചുരയ്ക്ക, പീച്ചിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടാനായിട്ട് പറ്റിയ സമയമാണേ. ഞാനൊരു കാര്യം കാണിക്കാവേ. വാ, ഇത് കണ്ടോ കുമ്പളങ്ങ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നത്. ഇത് പാകമാകുമ്പോഴാണ് ഇതിൽ ചാരം പോലെയുള്ള ഒരു വെളുത്ത പൊടി വരും. അതുകൊണ്ടാണ് നമ്മളിതിനെ ആഷ് ഗാർഡ് എന്നാണ് വിളിക്കുന്നത്.
അത് ഈ പ്രായം കഴിഞ്ഞ ഉടനെ നമ്മളിത് കവറിട്ട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ കായ്ച്ച കുത്തിയിട്ട് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ മാറുകയും അതുപോലെ കുത്തുകൾ പോലെയൊക്കെ അതിൻ്റെ തോടെ കിടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഇവരെ കവറിട്ടിട്ട് നമ്മൾ മാറ്റി സൂക്ഷിക്കണം. അതിപ്പോൾ കുമ്പളമായാലും മത്തയായാലും ഒക്കെ നമുക്കിവിടെ നെയ്ക്കുമ്പളത്തിൻ്റെ വിത്തുമുണ്ട്, സാധാരണ കുമ്പളത്തിൻ്റെ വിത്തുമുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പം നമുക്ക് നിങ്ങൾക്ക് വേണ്ട വിത്ത് അത് പോസ്റ്റ് ഓഫീസിൽ കൂടെ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ DTDCയിൽ കൂടെ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എത്തിച്ചു തരാനായിട്ട് പറ്റും. ഇതുപോലെ കണ്ടോ, കുറ്റി അമരയും നമുക്ക് വളർത്തിയെടുക്കാൻ നല്ല സമയമാണ്. ഇതുപോലെ കൊലകളായിട്ട് പൂക്കൾ വരും. അപ്പം മുഞ്ഞയുടെ ശല്യമൊക്കെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലൊക്കെ നല്ലോണം മുഞ്ഞയുടെ ശല്യം വരുന്നൊരു ചെടിയാണ്. അപ്പോൾ മുഞ്ഞയുടെ ശല്യം വന്നാൽ നമുക്ക് കിട്ടുന്ന കായ്ഫലം കുറയും. അതുപോലെ ഇത് വാളമരയാണേ, കണ്ടോ, ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ 2-3 ആദ്യം കായ്ച്ച വാളമര ഇങ്ങനെ നിർത്തിയിട്ടുണ്ടേ. ഇതൊരു 3 എണ്ണം ഉണ്ട്. ഇത് കണ്ടോ, ഇതിപ്പം നമുക്ക് വിളവെടുക്കാറായിട്ടുണ്ട്. ഇതിപ്പം പഴുത്ത ഉണങ്ങി തുടങ്ങിയാൽ ഉടനെ ഞാൻ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് തരാം, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ നമ്മളത് പറഞ്ഞു തരാം. അപ്പോഴേ നിങ്ങൾ മേടിച്ചാൽ മതി. മക്കോ കമർപ്പോ ഒന്നും ഇല്ലാത്ത നല്ല സൂപ്പറായിട്ടുള്ള വാളമരയാണ്. തോരൻ വെക്കാനും മെഴുക്ക് പുരട്ടി വെക്കാനും ഒക്കെ സൂപ്പറാണ് ഈ വാളമര എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ഉണ്ടാകുകയും ചെയ്യും. ഇതുണ്ട് ഒരുമാതിരി ഇങ്ങനെ ഞാൻ പടർത്തി വിട്ടിരിക്കുക, കാരണം ഈ ടെറസേൽ ഇവരെ വളർത്തിയൊക്കെ എടുക്കാനായിട്ടുള്ള സ്ഥല സൗകര്യം വളരെ കുറവാണല്ലോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും അവർ പടർന്നു വളർന്നോളും. വേനൽക്കാലത്ത് ഫെബ്രുവരി മാർച്ച് പോലെയുള്ള മാസങ്ങളിൽ പാകി കിളിപ്പിച്ച് വളർത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതും നമുക്ക് ശരീരത്തിനും ഒക്കെ വളരെ നല്ലതായിട്ടുള്ളതുമായ ഒന്നാണ് തണ്ണിമത്തൻ. പല ഇനത്തിലുള്ള തണ്ണിമത്തനൊക്കെ ഉണ്ട്. ഇതിവിടെ ഞാനിങ്ങനെ വളർത്തി ഇതുപോലെ ഇങ്ങനെ വളർന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ 1-2 കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ മേല. ഒരെണ്ണം മാത്രം ഇത്രയായിട്ടുണ്ട്. ഇതിലും ചെറിയ കായ്കളൊക്കെ അവിടെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. കുറച്ച് വളർന്ന് വലിപ്പമായതിന് ശേഷമേ ഇതിനകത്തുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. മാർച്ച് മാസത്തിലെ കൃഷി പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോണേ. ഇന്ന് മാർച്ച് 1 ഇനി ഒട്ടും താമസിപ്പിക്കാനായിട്ട് നിൽക്കേണ്ട. തൈകളൊക്കെ വാങ്ങിച്ച് നടാൻ കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വിത്തുകൾ പാകി മുളപ്പിച്ച് മാറ്റി നടാനുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.